ആൻസൂട്ടൻ്റെ സ്കൂളൊക്കെ തുറന്നു. ആൻസൂട്ടൻ അങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങി. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, സമയം കിട്ടണില്ലെന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ മിസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ വിടാനായിട്ടൊരു മാർഗ്ഗം ഇൻസ്റ്റഗ്രാം ആണെന്ന് പലരും മനസ്സിലാക്കിയിരിക്കുന്നു, സുഹൃത്തുക്കളെ മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തൊടുപുഴയിൽ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് നാളായിട്ട് എന്നെ ആഗ്രഹിക്കുന്നുണ്ട് തൊടുപുഴ വെച്ചൊന്ന് കാണാനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂവാറ്റുപുഴ മേക്കടമ്പിൽ നിന്നും അവിടെ ഇവിടെ ട്രോണിക്സിൽ പഠിപ്പിക്കാൻ വരുന്ന ഒരു ടീച്ചറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേരൊക്കെ കാണുകയും മിണ്ടുകയൊക്കെ ചെയ്യാറുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഒരു 2 വീലറൊക്കെ എടുത്ത് ഞാനിങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ, ബസ്സിലൊക്കെ പോകുന്നതുകൊണ്ടല്ലേ ഇവരെയൊക്കെ കാണാനായിട്ട് പറ്റുന്നതെന്ന്. പിന്നെ വിശേഷം ആൻസൂട്ടിൻ്റെ സ്കൂളിലെ കാര്യമാണ്. അപ്പം നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. കാരണം നമ്മളെ കാണാതെ ഇരിക്കുമ്പം കുറച്ച് പേരെങ്കിലും വിചാരിക്കില്ല, എന്നാലും ഇവരെവിടെ പോയി, നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ പഴയ ഷോർട്സിനൊക്കെ കമൻ്റ് ഇടുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ് പോകാറുണ്ട് കേട്ടോ. അപ്പം ആൻസൂട്ടിൻ്റെ വിശേഷം, സ്കൂൾ തുറന്നു, വളരെ ഹാപ്പി ആയിട്ട് സ്കൂളിൽ ചെന്നപ്പം ആണ്ട കിടക്കണോ ഒരു കാര്യം. കൂട്ടുകാരെല്ലാം 4 വഴിക്ക് ഓരോ ഡിവിഷനിലേക്ക് ആൻസൂട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ മാറ്റി. കൂടെ ആൻസൂട്ടന് മാറി. ഇത്ര നാളും എ ഡിവിഷനിൽ വന്ന ആൻസൂട്ടൻ ബിയിലായി, ചില കൂട്ടുകാരൊക്കെ സിയിലായി, ചിലരെല്ലാം ഡിയിലായി. അങ്ങനെ പല ഡിവിഷനിലേക്കും പിള്ളേരെല്ലാം അങ്ങ് പോയി. ആദ്യത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ആൻസൂട്ടനെ തൊടുപുഴയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആൻസ് വന്നു, വൈകിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം ആൻസിന് പ്രിയപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ വാങ്ങിച്ചോട്ടെ എന്ന് ഓർത്ത് ഞാൻ ആൻസിനെ കൂടെ കൊണ്ടുപോകാറുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പം. അപ്പം അങ്ങനെ ആൻസൂട്ടിനെ ഞാൻ തൊടുപുഴയ്ക്ക് വിളിച്ചു. അപ്പം ആൻസ് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ഡേ പോയി ആകെ സങ്കടത്തിൽ വന്ന ആൻസ് ഇവിടെ മുതൽ തൊടുപുഴ വരെ കട്ടലേ കിടന്നുറങ്ങുമ്പോഴെയാണ് വണ്ടിയിലിരുന്ന് ഓട്ടോറിക്ഷയിലിരുന്ന് ഉറങ്ങി വന്നത്. പിന്നെ ആൻസിനെ കൊണ്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, വാങ്ങി. ആൻസിന് ഷാർജ ഷേക്ക് വാങ്ങിച്ചു കൊടുത്തില്ലടാ. ആൻസിന് ഞാനൊരു ഷേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ഐസ്ക്രീമും ഏതായിരുന്നു വാങ്ങിയത്, കാരമലോ, ഐസ്ക്രീം, കോക്കനട്ട് കാരമല്, അപ്പം അതും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പം ഭയങ്കര വിഷമായിരുന്നേ. അപ്പം ഇന്ന് ആൻസിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം വരെ പഠിച്ച ഒരു കുട്ടിയുടെ പേരൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു അവനെ സിയിലേക്കാണ് മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവന്മാരെല്ലാം 4 വഴിക്ക് അങ്ങ് പോയി. വിഷമമുണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ. പുതിയ ക്ലാസ്സിൽ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? അവരെയൊക്കെ അറിയുന്നതാണോ? എടാ അവിടെ ഉള്ള പിള്ളേരില്ലേ വേറെ ഡിവിഷനിലുള്ള ആ കൊച്ചങ്ങളെയൊക്കെ അറിയോ നീയാ? ആ പിന്നെ ആൻസിൻ്റെ കൂടെ UKG വേറൊരു സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പം അവനെ കണ്ടപ്പോൾ ഇവർക്ക് പരസ്പരം തമ്മിൽ മനസ്സിലായി. അങ്ങനെ ഞാൻ ആദ്യം അവനോട് ചോദിച്ചേ, എന്നെ ഓർക്കണ്ടാണെന്ന് ചോദിച്ചേ, എനിക്കത് മനസ്സിലായി. അപ്പൊ അവൻ പറഞ്ഞ നീ ആൻസല്ലേ ആദ്യം ചാടി പറഞ്ഞേ. അപ്പൊ അവൻ നിന്നെ ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലാണോ വരുന്നത്? ആറാമത്തെ സ്റ്റെപ്പാ. എനിക്കറിയാം ഉറക്കം വരും. എൻ്റെ ഉറക്കതെ ഇവിടെ ഒരാൾ പോത്ത് പോലെ കിടന്നുറങ്ങുന്നത് കണ്ടോ. ഒരു പണിയെടുക്കണ്ട, ഒരു കാര്യം അറിയണ്ട, തിന്നാനും കുടിക്കാനും ഉണ്ടോ എന്ന് അറിയണ്ട, മഴ പെയ്യുന്നുണ്ടോ വെയിലാണോ ചൂടാണോ എന്നൊന്നും അറിയണ്ട. എന്നാ കിടന്നുറങ്ങണേ നോക്ക്. ബാസ്ക്യോ അല്ലെങ്കിൽ ചങ്കത്തേക്ക് കൈയൊക്കെ വെച്ച് മനുഷ്യന്മാർ കിടക്കും പോലെ കിടക്കണത്. എന്തോന്നടാ വേണ്ട, എന്തോന്നടാ എടാ. എന്താണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒത്തിരി കമൻറ്റ് വന്നിട്ട് കണ്ണട ചേരുന്നില്ലെന്നും പറയും, ചേരുന്നുണ്ടെന്നും പറയും, ഷോക്ക് വെച്ചേക്കുന്നതാണോ വെറുതെ വെച്ചിരിക്കുന്നതാണോ എന്ന് ചോദിച്ചതൊക്കെ ഉണ്ട്. സത്യം പറയാതെ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് ഇത്രമാത്രം അടിച്ചു പോയി എന്നെനിക്ക് മനസ്സിലായത്. അത്രയ്ക്കും ബ്ലറായിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എഴുതി തന്ന കണ്ണടയാണ് കേട്ടോ. കാരണം നല്ല പവർഫുള്ളായ കണ്ണട തന്നെ വെക്കണമെങ്കിലേ കാണാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഓർത്തത് ഷോർട്ട് സൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് അടുത്തുള്ള സംഭവങ്ങൾ കാണുമ്പം ഈ 2 സീറോയൊക്കെയാണ് വരുന്നതെങ്കിൽ 4 സീറോയായിട്ട് കാണും, അല്ലെങ്കിൽ ഒരു നിഴലായിട്ട് കാണും. പിന്നെ അകലെയുള്ളത് എനിക്ക് അത്യാവശ്യം കാണുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അടുത്തുള്ളതും കാണുന്നത് ബുദ്ധിമുട്ടാണ്, അകലെയുള്ളതും കാണുന്നത് ബുദ്ധിമുട്ടാണ്. വെള്ളെഴുത്തിൻ്റെ ആരംഭത്തിലേക്ക് വന്നിട്ട്, വെള്ളെഴുത്തൊക്കെ അപ്പയുടെ ഒക്കെ പാരമ്പര്യം വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പം എല്ലാവർക്കും പാരമ്പര്യമായിട്ട് സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് വെള്ളെഴുത്തൊക്കെയാണല്ലോ തുറക്കുമ്പോൾ. എന്താണെങ്കിലും അതുകൊണ്ട് വെച്ചതാണ്. പിന്നെ
ചുറ്റും ഫ്രെയിമുള്ള കണ്ണട. എനിക്ക് കണ്ണട വെച്ചാൽ പെട്ടെന്ന് എടുത്ത് അറിയാൻ പാടില്ലാത്തതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. പിന്നെ ഫ്രെയിംലെസ് സ്പെക്സ് ഉണ്ട്. അതായത് ഇവിടെ പോലും എനിക്കാണെങ്കിൽ ഇവിടെ ഫ്രെയിം ഉണ്ടല്ലോ, അതുമില്ലാതെ ഈ ഒരു സംഭവം പിന്നെ ഈ ഒരു സംഭവം മാത്രം ഉള്ളതുണ്ട്. അന്നേരം അത് സൂക്ഷിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ കേട്ട് ഞാനാണെങ്കിൽ നല്ല തിരക്കുള്ള ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് 8,000 രൂപയായി ഈ കണ്ണാടിക്ക്. പിന്നെ കണ്ണാടിയുടെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയാണ് അതിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത്. ആ പവർ ഇങ്ങനെ ഇങ്ങോട്ട് വിട്ട് കൂടും തോറും റേറ്റും കൂടും. 11,000 15,000 19,000 ഫുള്ളായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് 19,000 അങ്ങനെ റേറ്റ് കൂടും. അപ്പം നമ്മളിപ്പോൾ മുള്ളയിലും വെച്ച് വലിയ കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നതൊക്കെ നോക്കി സെലക്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇത് ഭംഗിക്കൊന്നും വെച്ചിരിക്കുന്നതല്ല. അങ്ങനെ വെക്കാനായിരുന്നെങ്കിൽ എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ണാടി കിട്ടിയത്. എനിക്ക് തലവേദനയായിരുന്നു, വായിക്കുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുമായിരുന്നു. അത് +1 +2 വരെ ഞാൻ കൊണ്ടുവരുന്നത്. എനിക്ക് കണ്ണാടി വെക്കുന്നതിനോട് അന്ന് ഇഷ്ടമായിരുന്നു കേട്ടോ. ആഗ്രഹിച്ചാണ് അന്ന് കണ്ണാടി കിട്ടിയത്. ഭയങ്കര ഗോൾഡൻ ഫ്രെയിമൊക്കെ ഉള്ള കണ്ണാടിയായിരുന്നു. പിന്നെ കണ്ണ് കുഴിയുന്നുണ്ടല്ലോ. ഒന്നാമത് എനിക്ക് കണ്ണില്ല, കുറച്ച് കണ്ണേ ഉള്ളൂ. ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ കണ്ണില്ല. അപ്പോൾ കണ്ണാടി കൂടെ വെച്ച് കണ്ണ് കുഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ +1 +2 വെച്ചിട്ട് ആ പരിപാടി അവിടെ നിർത്തി. പിന്നെ വായിക്കുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ എപ്പോഴും വായിക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്തു. പിന്നെ കുറച്ച് കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കണ്ണിന് നല്ല പവർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നീടാണ് മൊബൈലും എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ മൊബൈൽ യൂസൊക്കെ കൊണ്ടായിരിക്കാം, പിന്നെ വായിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുറേ നാളായിട്ട് പിന്നെ ബ്ലററായിരുന്നു ഇതുപോലെ മങ്ങിയത്. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പം കാണാൻ പറ്റാത്ത അവസ്ഥ, ഒരാളെ നിന്നാൽ പോലും ഫേസ് ക്ലിയർ അല്ലാത്ത അവസ്ഥ. അങ്ങനെ ഇതെല്ലാം കൂടെ വന്നിപ്പം ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമുക്ക് ചെറിയ അക്ഷരങ്ങളൊക്കെ കാണുമ്പോൾ ഇതുപോലെ നിഴലായിട്ടും ഡബിളായിട്ടും ഒക്കെ കാണുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പം നമുക്ക് പോയേ പറ്റത്തുള്ളൂ. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൃഷ്ണജ മിസ് ആണെങ്കിൽ എപ്പോഴും പറയും, ഞാനിങ്ങനെ പറയും കണ്ണിന് മൂടലായി ഇനി എന്തോ ചെയ്യും, അയ്യോ അത് കാണാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുമ്പം കൃഷ്ണജ മിസ് എന്നോട് പറയും, എൻ്റെ പൊന്നു മിസ്സേ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് കണ്ണും വെച്ചുകൊണ്ടിരിക്കാതെ എന്ന്. അതിനുശേഷം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സംഭവം കണ്ണിന് ഇത്രയും പ്രോബ്ലം ഉണ്ടെന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എന്നെ ആദ്യം വഴക്ക് പറഞ്ഞതും കൃഷ്ണജ മിസ് തന്നെ ആയിരുന്നു കേട്ടോ. പണ്ടേ കാണിക്കണ്ടായിരുന്നു, ഞാൻ എന്നേ പറയുന്നതാന്നൊക്കെ പറഞ്ഞു. കാരണം ഫെബ്രുവരിയിലാണ് ചെന്നെങ്കിലും കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെ വെച്ചതാണ്. പിന്നെ എന്താ വലിയ എനിക്ക് ഇപ്പം അങ്ങ് കിടന്നുറങ്ങിയാൽ ഞാനങ്ങ് കിടന്നുറങ്ങാം. അത്രയ്ക്കും ഇന്നലെ ഞാൻ ഇച്ചിരി ലേറ്റായ കിടന്നതും. ഞാൻ ഇന്നലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു, പക്ഷെ ഉറങ്ങിയൊന്നുമില്ലായിരുന്നേ. പിന്നെ ഞാൻ എഴുന്നേറ്റ് വളരെ ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയത്. എന്നിട്ട് പിന്നെ 3:30 ആയപ്പോൾ തൊട്ട് അലാറം അടിച്ചു. എനിക്ക് 7:10 ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് എനിക്ക് 7:30 ബസ്സിന് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടുന്ന് കുറച്ച് നടന്നു ചെല്ലണ്ടേ, ഒത്തിരി സ്പീഡിൽ നടക്കാനും വയ്യ. അങ്ങനെ നീ ഞാൻ പറയാത്ത ഞാനാണെങ്കിൽ പിന്നെ സാരി ബ്ലൗസൊക്കെ തയ്ക്കുമായിരുന്നു. മിനിങ്ങാന്ന് തയ്ച്ചു. കാരണം ഇന്നലെ എൻവയൺമെൻറ്റൽ ഡേ അല്ലായിരുന്നു. അപ്പം അവിടെ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ആയിട്ടത്. അപ്പോൾ പ്രിൻസിപ്പൾ അടക്കം നമ്മൾ ഗ്രീൻ കളർ ഡ്രസ്സ്, പ്രിൻസിപ്പള് ലേഡിയാണ് കേട്ടോ, ലവ്ലിയമ്മ. അപ്പം മിസ്സും ഞങ്ങളെല്ലാവരും ഗ്രീൻ ആയിരുന്നു. അപ്പം എനിക്ക് ഗ്രീൻ കളർ ഉള്ള സാരിയുടെ ബ്ലൗസ് സാരിയെല്ലാം ഉടുത്ത് എല്ലാം ഇട്ട് കഴുകില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളൊരു ഗ്രീൻ സാരി നമ്മുടെ വാഗക്കാട്ടെ അമ്മ വാങ്ങിത്തന്ന സാരി ഗ്രീൻ അല്ലേ, അപ്പം അതിൻ്റെ ബ്ലൗസ് ഞാനിരുന്ന് തയ്ക്കുമായിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്നത്തെ ഉറക്കവും കുറച്ച് പോയി, ഇന്നലെ ഉറങ്ങിയില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കോട്ടുവാൻ വരുന്നു. എന്താ ചെയ്യാം, നീ പറയണില്ലേ ഒന്നും. ഞാനിന്ന് വന്നപ്പോൾ ആൻസൂട്ടിന് മീറ്ററോള് പഴംപൊരി, അത് ആ ചോക്ക് അങ്ങ് വെച്ചേ എന്നാ കഴിച്ചോ. എനിക്കൊരു ഇച്ചിരി വെച്ചാൽ മതി, ഇത്ര മതി, മാത്രം കഴിച്ചോ. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നതേ. അപ്പം അത് ആൻസ് കഴിക്കട്ടെ എന്ന് ഓർത്ത് കൊണ്ട് കൊടുത്തതാണ്. ഞാൻ വന്നപ്പോൾ ഇവനിവിടെ ഇല്ലായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട് ശ്രീനവും കൂടെ കൂടി സൈക്കിളെ കറങ്ങി നടക്കും. എന്നിട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറയും എന്നെ അന്വേഷിച്ച് വന്നത്, എന്നെ കാണാത്തോണ്ട് വന്നതാണ്. ശ്രീനവിൻ്റെ അമ്മ സോനു മിസ് എൻ്റെ കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം മിസ് ഒന്ന് നേരത്തെ അങ്ങ് പോരും. എന്നാ കാണിച്ചോ. കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പം ഇവന്മാർ ഇവിടുത്തെ കളിക്കുമായിരുന്നു. ഇന്നലെ ശ്രീനവുണ്ട്, ശിവയുണ്ട്, സോനു മിസ്സിൻ്റെ പിള്ളേർ, ഇവൻ ആൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനവ് മാത്രമേ ഇവിടെ ഉണ്ട്. ഇവന്മാർ രണ്ടുപേരെയും കാണാനില്ല. ഇവന്മാർ ബോൾ വാങ്ങാനായിട്ടേ സൈക്കിൾ എടുത്തുകൊണ്ട് പോയെന്ന് കേൾക്കാം. ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ പരിപാടി. അതുകൊണ്ട് സ്കൂൾ തുറന്നത് വലിയ അനുഗ്രഹമാണ് കേട്ടോ. ഇതാ
ആൻസ് കുട്ടന് ആദ്യമായിട്ടൊരു ബാറ്റ് കിട്ടി. എൻ്റെ കണ്ണാടിയിലേക്ക് ഇട്ടേക്കരുത്. ആൻസ് കുട്ടന് ആദ്യമായിട്ടൊരു ബാറ്റ് കിട്ടി. ബാറ്റ് ആര് തന്നു? ബിനിച്ചേട്ടൻ തന്നു. ആര്? ബിനിച്ചേട്ടൻ. ബിനിച്ചേട്ടൻ. ബിനു? അങ്ങനെയാണ് പേര്. ഇവിടെ അടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടനാണ്. എന്നെക്കാളും ഇവനാട്ടോ അവരെയൊക്കെ പരിചയം. ആ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തതാന്നാ പറഞ്ഞ പലക വെച്ച്. രണ്ടും എത്ര ബാറ്റ് ഉണ്ടാക്കി? ഒരെണ്ണ. ശ്രീനവനില്ല? ഞങ്ങളെല്ലാരും കൂടി ചോദിച്ചിട്ടുണ്ടായില്ല. എടാ ഈ ഓരെണ്ണം കൊണ്ട് എങ്ങനെ കളിക്കും? ഇപ്പൊ ഞാൻ തട്ടിയില്ലാന്ന് വെച്ചാ 6 പ്രാവശ്യം തട്ടിയില്ലാന്ന് വെച്ചാ ഇപ്പൊ 6 സ്ട്രൈക്കാ. ഇപ്പൊ ഞാൻ അടുത്ത ശ്രീനവ് കേട്ടു. അങ്ങനെ അങ്ങനെ അറിയാവോ ബാറ്റ് വെച്ച് പന്ത് തട്ടാൻ? അനുസരിച്ച് പപ്പ ഭയങ്കര ക്രിക്കറ്റർ ആയിരുന്നു കേട്ടോ. സിക്സർ മത്തായി എന്നാണ് നാട്ടിലുള്ളവർ വിളിച്ചുകൊണ്ടിരുന്നത്. മത്തായിന്ന് ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അനുസിൻ്റെ പപ്പയുടെ നാട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടെ ക്ലബ്ബിൽ നിന്ന് ടൂർണമെൻറ്റ് കളിക്കാൻ പോയി പ്രാശനാല്. അപ്പം അവിടെ ഒരു മത്തായി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ടീമിൽ. ഭയങ്കരമായിട്ട് സിക്സറൊക്കെ അടിക്കുന്ന ഭയങ്കര വലിയ കളിക്കാരനാണ്. അപ്പോൾ അവനെയൊക്കെ തോപ്പിച്ച് ആൻസിൻ്റെ പപ്പ കുറേ സിക്സർ അടിച്ചു. അങ്ങനെ ഇവരുടെ ടീം ജയിച്ചു കഴിഞ്ഞപ്പം ഇവരുടെ ടീമിലുള്ളവരെല്ലാം കൂടെ ജോജോ ചേട്ടൻ എടുത്ത് പൊക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടടാ ഒരു സിക്സർ മത്തായി എന്ന്. അതോടുകൂടി ആ മത്തായി എന്ന് പറഞ്ഞു പേരും കിട്ടി, അതും കിട്ടി. ഇവിടെ ഇപ്പോഴും ക്ലബിൻ്റെ ഒക്കെ ജേഴ്സിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ആൻസിൻ്റെ പപ്പയുടെ. അങ്ങനെ ആൻസിന് ആദ്യമായിട്ടൊരു ബാറ്റ് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അല്ലേ, മരത്തിൻ്റെ ഒരു ബാറ്റ്. അത് കൂടാതെ ഒരു ഫുൾ ബാറ്റ് കിട്ടുന്നത് ഇപ്പോഴാണ്. വേറൊരാൾ തരുന്നതായിട്ട്. വെയിറ്റ് ഉണ്ടോടാ? വലിയ വെയിറ്റ് ഒന്നുമില്ല. ഞാനൊത്തിരി നല്ല വെയിറ്റ് ഉണ്ടെന്ന് കേട്ടോ. അങ്ങനെ ബാറ്റും കിട്ടി, ബോളും കിട്ടി. കടയിൽ പോയി ബോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവന്മാർ തല്ല് വെച്ച് കൊടുക്കണ്ടേന്ന് പറയാം. പിന്നെ നമ്മുടെ തോട് കഴിഞ്ഞ ദിവസം ഉരുൾ പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ ഉരുൾ പൊട്ടി വരുന്ന തോടാ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതാന്നൊക്കെ. അപ്പോൾ ഉരുൾപൊട്ടി ഈ തോട്ടിൽ കൂടി ഒഴുകിപ്പോയി നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പാലത്തിൻ്റെ കൈവരിയൊക്കെ തകർന്നു പോയി. അവിടെ വലിയ തടി മരമൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം പോകുമ്പോൾ. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. വീഡിയോ എടുത്തപ്പോൾ സമയം പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ കോളേജിലെ വിശേഷം എന്ന് വെച്ചാൽ ഞാനവിടെ ഇത്തവണ രണ്ടാമതിപ്പോൾ കയറി ലോ കോളേജിൽ കയറിയപ്പം എനിക്കൊരു സെമ്മിൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. BA BCom 5th സെമ്മിലുണ്ടായിരുന്നുള്ളൂ. ഈ തവണ 4th ഉണ്ട് 6th ഉണ്ട്. അപ്പം 4 ക്ലാസ് കുട്ടികളുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി വർക്ക് കൂടുതലാണ്. പിന്നെ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ക്ലാസ് റൂമിൽ പോയിട്ട് നിൽക്കാനാട്ടോ എനിക്കിഷ്ടം. പിള്ളേരോടൊക്കെ മിണ്ടി കൂർക്കാൻ വലിക്കുന്നു. പിള്ളേരോടൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാനാണ് എനിക്കും താല്പര്യം. പിന്നെ നല്ല കുട്ടികളാണ്, കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നല്ല ടീച്ചേഴ്സാണ്. അതൊക്കെ ഒരു ദൈവാനുഗ്രഹമല്ലേ. അപ്പം സോനു മിസ്സിനെ മാത്രമേ ഞാൻ അറിയുമായിരുന്നുള്ളൂ. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സോനു മിസ് ഉണ്ടായിരുന്നു, കൃഷ്ണജ മിസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആലിയ മിസ്, അനശ്വര, നമ്മുടെ സ്റ്റാഫ് റൂമിലുള്ളത് ഇവരൊക്കെയാണ്. ആതിര മിസ്, ഷമീന മിസ്, ഡെൽന മിസ്, അന്ന മിസ്, ബിനിത മിസ്, മനുസാറ് ഹിന്ദിയാണ് കേട്ടോ. അപ്പോൾ ഞാനും മനുസാറും കൂടെയാണ് ഒരേ സമയം ക്ലാസ് എടുക്കുന്നത്. മലയാളത്തിലെ കുട്ടികളെല്ലാം കൂടെ അവിടെ തന്നെ ക്ലാസ് റൂമിലിരിക്കും. കാരണം ഒരുപാട് കുട്ടികൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുണ്ട്. ഹിന്ദി എടുത്ത കുറച്ച് പിള്ളേരേ ഉള്ളൂ. അവർ ഒന്നുമില്ല ലൈബ്രറിയിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു റൂമിലായിരിക്കും മനുസാറ് ക്ലാസ് എടുക്കുക. അപ്പം അങ്ങനെയാണ്. പിന്നെ 3-4-5 സ്റ്റാഫ് റൂമുകൾ അവിടെ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ലോ പഠിപ്പിക്കുന്നവരൊക്കെ വേറെ റൂമിലൊക്കെ ഇരിക്കാറുണ്ട്. ലോ പഠിപ്പിക്കുന്നതിൽ ബിനിത മിസ്, മനുഷ്യര മിസ് മാത്രമേ നമ്മുടെ സ്റ്റാഫ് റൂമിലുള്ളൂ. അപ്പം ഇതാണ് നമുക്ക് അവിടെയുള്ള വിശേഷം. പിന്നെ അവരെയൊക്കെ കാണിച്ചു തരാം. പിന്നെ എൻവയറമെൻ്റൽ ഡേയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അതിനകത്ത് നമ്മുടെ പ്രിൻസിപ്പാളിനെയും നമ്മുടെ കോളേജും എല്ലാവരെയും നമുക്ക് കാണാം. അലസർ ലോ കോളേജ് ഒരുപാട് അകലെ നിന്നൊക്കെ കുട്ടികൾ വന്ന് പഠിക്കുന്നതാണ് കേട്ടോ. പഠിപ്പിക്കുന്ന സ്റ്റാഫും അകലെ നിന്നുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഗവൺമെൻറ് ജോബ് ഗസ്റ്റായിട്ടൊക്കെ കിട്ടിത്തവണ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അല്ലേ. അപ്പം അതൊക്കെ തന്നെയാണ് അവിടുത്തെ വിശേഷം. പിന്നെ അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും നല്ല ആളുകളാണ്. എനിക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നതനുസരിച്ചായിരിക്കുമല്ലോ എല്ലാവരും ഇങ്ങോട്ട് പെരുമാറുക, അത്രേ ഉള്ളൂ. പിന്നെ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ കോളേജില്ലേ കോളേജ് അതിന്റെ ഒരു റൂമിൽ നിന്നില്ലേ മറ്റേ റൂമിൽ വേറെ ക്ലാസ്സിലെ ഞാൻ അന്ന് ട്രെയിൻ പഠിച്ചില്ലേ ആ ക്ലാസ്സിന്റെ
ഒരു പലക പോലെ ഇങ്ങനത്തെ എന്തതില്ലേ ഡോറ്, ആ ഡോറിന്ന് വേറെ ക്ലാസ് റൂമിൽ ഇരിക്കാലോ. അതെന്നാ അത് രണ്ടായിട്ട് മാറ്റിയേക്കണം റൂം. പണ്ട് TTI ഇല്ലായിരുന്നോ? TTC കോളേജ് ഏറ്റവും മുകളില് അവിടെ അസംബ്ലി ഹാളില്ലായിരുന്നോ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്? ആ ഹാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാ, 2 മുറികളാക്കി മാറ്റിയതാ. അത് വേറെ ക്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അവിടെ ചേഞ്ച് ആകും, മനസ്സിലായോ? വാസ്തു അതെ നേരെ കിടന്നിട്ട് പിന്നെ ചെരിഞ്ഞ് കിടന്നു. പൊന്നോ ഈ കേൾക്കണത് ആരാണേ? പാല് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, നല്ല നാടൻ പാലാട്ടോ വാങ്ങിയത്. വന്ന വഴിക്ക് പച്ചക്കറി വാങ്ങി, മീൻ വാങ്ങി, ഓലക്കൊടി മീനാണ് വാങ്ങി, ഓലമീനും വാങ്ങിച്ചു. പിന്നെ ആൻസിൻ്റെ പ്രിയപ്പെട്ട കൂന്തളും വാങ്ങിച്ചു. ആ കൂന്തൾ ആൻസിന് നാളെ സ്കൂളിൽ ചോറിന് കൊടുത്തു വിടാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇവിടെ മുട്ട ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് കുറച്ച് മുരിങ്ങക്ക വാങ്ങി, വെണ്ടയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ തക്കാളി വാങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. മുരിങ്ങക്കായും വാങ്ങി. ഞാൻ പറയട്ടെ, വെണ്ടയ്ക്കയ്ക്ക് 80 രൂപ, പിന്നെ തക്കാളിക്കും 80 രൂപ, പിന്നെ മുരിങ്ങക്കായ്ക്ക് 1/4 കിലോ 25 രൂപ. പാവയ്ക്ക വേണമെന്ന് ചോദിച്ചു. പാവയ്ക്ക ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പാവയ്ക്കയുടെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് കിലോയ്ക്ക് 140 രൂപ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ സവോളയ്ക്ക് ഞാൻ വില ചോദിച്ചു, കാരണം അപ്പുറത്ത് 3 കിലോ 100 ഞാൻ കണ്ടിട്ടാണ് വന്നത്. അന്നേരം ചോദിച്ചപ്പോൾ പറയുകയാണ് കിലോയ്ക്ക് 40 രൂപയാണ്. ഞാൻ വാങ്ങിയില്ല, അവിടെ നിന്ന് ഞാൻ വാങ്ങിയില്ല. ഞാൻ തിരിച്ച് പിന്നെ ഇങ്ങ് വന്നപ്പം കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മച്ചാണെങ്കിൽ കപ്പ ഇപ്പം ചെണ്ടോറിയും പുഴുങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അവിടെ നിന്ന് ഞാൻ സവോള വാങ്ങി. സവോളയ്ക്ക് കിലോയ്ക്ക് 35 രൂപയ്ക്ക് കിട്ടി. അപ്പം അതാണ് അപ്പുറത്തേക്കാളും ലാഭം, 5 രൂപ ലാഭം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സവോളയും വാങ്ങിച്ചു, കപ്പയും വാങ്ങിച്ചു, കുറച്ച് ഇഞ്ചി വാങ്ങിച്ചു, പിന്നെ മാമ്പഴവും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ മഴക്കാലത്ത് മാമ്പഴമൊക്കെ വലിയ ഇതുണ്ടാവില്ല, പക്ഷേ നല്ല മധുരമുള്ളതെന്നും പറഞ്ഞാണ് അപ്പോൾ ഞാൻ തന്നു വിട്ടത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് 2-3 ലൈനിങ്ങിൻ്റെ തുണി എടുത്ത്, ലൈനിങ് അല്ല സാരി ബ്ലൗസിൻ്റെ 2x2 തുണി എടുത്തോണ്ടാണ് വന്നേ. ഒരു ബ്ലൗസ് തയ്ക്കാം എന്നൊക്കെ ചിന്തിച്ചാണ് വന്നേ. പക്ഷേ ഇനിയിപ്പോൾ രാത്രി ഇത്രത്തോളം ആയില്ല. ഇനി ആൻസൂട്ടിൻ്റെ പുസ്തകമൊക്കെ പൊതിഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. ഇനി നല്ല രീതിയിൽ ഉറക്കവും വരുന്നുണ്ട്. അപ്പം നാളെ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു സാരിയും ഉള്ള ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്കുമ്പോൾ മമ്മി ഷോർട്സ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ എടുത്തിരുന്നുണ്ടാ. അപ്പോൾ ഞാൻ ഇടാൻ വീഡിയോസൊക്കെ എടുത്ത്, കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഒക്കെ ഒത്തിരി ഫാൻസ് ഉണ്ട് എനിക്ക്. 1 മിനിറ്റ് വീഡിയോ ഒക്കെ ഇട്ടോ ഒത്തിരി പേര് പറയാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ അങ്ങ് കോഴിക്കോടുനിന്നും അങ്ങനെ അകലെ നിന്നുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവരോടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം TTI എന്നൊരു ടീച്ചറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നിടത്ത് പുതിയതായിട്ട് വന്നൊരു മിസ്സ്. അപ്പം ആ മിസ് എന്നോട് പറഞ്ഞു, ആ മിസ്സിൻ്റെ റിലേറ്റീവ്സ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാവാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പാവാന്നൊക്കെ ശരിക്കും പറയട്ടോ എന്നൊക്കെ പറഞ്ഞു വിട്ടു. എന്താണെങ്കിലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ വീണ്ടും നല്ല വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.